പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഡാനിയേൽ 6-ാം അധ്യായം 19-ാം വാക്യം മുതൽ. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ദാരിയൂസ് രാജാവ് പറയുകയാണ്, മറ്റുള്ളവരുടെ പ്രേരണയാൽ ഈ ദാരിയൂസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒരു ദൈവങ്ങളെയോ ബിംബങ്ങളെയോ ഒന്നും ആരാധിക്കരുതെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നു. പക്ഷേ ഡാനിയേൽ മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിനെ ആരാധിച്ചു. ഇത് മറ്റുള്ളവർ കണ്ട് രാജാവിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ശിക്ഷ സിംഹക്കുഴിയിൽ എറിയപ്പെടുക എന്നതാണ്. അപ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. പക്ഷെ രാജാവിന് ഇവനോട് ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരുടെ നിർബന്ധത്താലാണ്, നീതിമാൻ ചമഞ്ഞാണ് രാജാവ് ഇവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ രാജാവിന് ഇവനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ സിംഹക്കുഴിയിൽ എറിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിന് ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേൽ പൂർണ്ണമായും കർത്താവിൽ വിശ്വാസമർപ്പിച്ചു. അവൻ വേറെ അന്യദേവന്മാരെ ഒന്നും വണങ്ങിയില്ല. കർത്താവിൻ്റെ മുൻപിൽ മാത്രം അവൻ മുട്ടുമടക്കി. രാജാവിൻ്റെ കൽപ്പന പോലും അവൻ കേട്ടില്ല. അപ്പോൾ സിംഹക്കുഴിയിൽ എറിഞ്ഞു. അപ്പോൾ ദാനിയേലാണ് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ മുൻപിൽ നീതിമാനായിരുന്നതിനാൽ കർത്താവ് ദൂതനെ അയച്ച് എന്നെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ രാജാവ് ഇതിന് ശേഷം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാനിയേലിനെ കുറിച്ച് ഏഷണി പറഞ്ഞ് ഈ സിംഹക്കൂട്ടിൽ എറിയിപ്പിച്ചവരെ അവരുടെ കുടുംബസഹിതം കൊണ്ടുവന്ന് ഇതേ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ആ സിംഹങ്ങൾ കറുമുറാന്ന് അവരെ കടിച്ച് തിന്നുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ, മനുഷ്യരുടെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകയാൽ കർത്താവ് ദൂതന്മാരെ അയച്ച് ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന് സ്തുതി. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. അപ്പോൾ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ദാനിയേൽ പ്രവാചകൻ്റെ പോലെ ഞങ്ങൾ വളർത്തണമേ.
വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ അങ്ങയെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹാരാധനയ്ക്കൊക്കെ അടിമപ്പെടാതെ അങ്ങയിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അപ്പോൾ പഴയ നിയമത്തിൽ ഇത് നമ്മൾ വായിക്കുമ്പോൾ അത് ഓക്കെ, അത് അന്ന് കാലത്ത് നടന്നതാണ്. പക്ഷേ 5 ദിവസങ്ങൾക്ക് മുമ്പ് മ്യാൻമാർ എന്ന സ്ഥലത്ത് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഡൊണാൾഡ് മാർട്ടിൻ എ നെയിങ് വിൻ, ആ പുരോഹിതൻ്റെ പേര് ഡൊണാൾഡ് മാർട്ടിൻ എ നെയിങ് വിൻ, വളരെ ചെറുപ്പക്കാരനായ ആ പുരോഹിതനെ മദ്യലഹരിയിലോ മയക്കുമരുന്നിൻ്റെ ലഹരിയിലോ ഒക്കെ ആയിരുന്ന ചില തീവ്രവാദികൾ, അവർ മത തീവ്രവാദികളാണെന്നൊന്നും എനിക്കറിയില്ല, തീവ്രവാദികൾ വളയുകയും പുരോഹിതനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നാൽ നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുരോഹിതൻ ധീരതയോടെ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ. ഇത് പറഞ്ഞതും അവർ അവനെ വധിച്ചു കളഞ്ഞു. അപ്പോൾ ഡാനിയലിനെ, ഇതേ വചനങ്ങൾ പറഞ്ഞ ഡാനിയൽ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതേ വചനങ്ങൾ പറഞ്ഞ ഈ ബഹുമാന്യനായ ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ തീവ്രവാദികളാൽ വധിക്കപ്പെട്ടു. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മരണത്തിൻ്റെ ദംശനം ഏൽക്കുകയില്ല. ഇന്ന് അവൻ കർത്താവിനോട് കൂടെ പറുദീസായിൽ ആയിരിക്കും, തീർച്ച. അപ്പോൾ മരണാനന്തര മരണം ഒരു ക്രിസ്തീയ അനുയായിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ക്രിസ്തു മാർഗത്തിൽ ചരിച്ചിട്ടുണ്ടെങ്കിൽ അവന് മരണത്തിൻ്റെ ദംശനമൊന്നും അവന് വിഷയമല്ല. അവൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. ഡാനിയലിനെ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദൈവം ഈ പുരോഹിതനെ ഈ നശിച്ച ജീർണിച്ച ലോകത്തിൽ നിന്ന് ഉയർത്തി തൻ്റെ പറുദീസയിൽ തൻ്റെ വലതുവശത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടാകും. നമുക്ക് ആ ധീരനായ കർത്താവിൽ 100% വിശ്വസിച്ച ആ പുരോഹിതൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വേറെ ഒന്നിനെയും ആരാധിക്കുവാനോ വേറെ ഒന്നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാനോ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ. അങ്ങയുടെ ധീര യോദ്ധാക്കളായി ക്രിസ്തു മാർഗത്തിൽ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാനം വരെ ചരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ ലോകം അങ്ങേ പ്രതി ഞങ്ങളെ തള്ളിപ്പറയുമ്പോൾ അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് മനസ്സിലാക്കി ആഹ്ലാദിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. അബപിതാവെ, ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അവൻ്റെ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം പുറത്ത് ആ പുരോഹിതനെ സ്വർഗീയ രാജ്യത്തിൽ ഒരിടം നൽകി അനുഗ്രഹിക്കണമേ. അവനെ വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. യേശുവെ, അവനെപ്പോലെയുള്ള സുദൃഢമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങേക്ക് വേണ്ടി, അങ്ങയെ പ്രതി ഞങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്താനും അതുവഴി യഥാർത്ഥ ജീവൻ കരസ്ഥമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
praise you, adore you, worship you, Jesus. Love you, Jesus. God bless you. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് നമ്മുടെ അബ്ബാ പിതാവിനെ നമുക്ക് പിന്തുടരാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.